ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ ഗണിതത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. 2 സൈഡ്സ്. എന്താണ് 2 സൈഡ്സ്? 2 വശങ്ങൾ അല്ലേ. ഇവിടെ 2 വശങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇവിടെ പറയുന്നത് നോക്കിയാൽ ഇഫ് ഇൻ 2 ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ എടുക്കുക. ദ ലെങ്ത് ഓഫ് 2 സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ദ സെയിം. എന്താണ് ഇവിടെ രണ്ട്, അതായത് ഒരു ലൈൻ ഇത്, ഒരു ലൈൻ ഇത്. ഓക്കെ, ഈ 2 സൈഡ്സ്, ലെങ്ത് ഓഫ് 2 സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ദ സെയിം. ഇപ്പം 2 ട്രയാങ്കിളാണ് എടുക്കുന്നത്. ഒന്ന് അതെടുത്തു, ഒന്ന് അതെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് ചേരുന്ന ഈ കോണുണ്ടല്ലേ, ഈ കോണ്, ഈ ആംഗിള് ഇതും അതുപോലെ ഈ ആംഗിളും. ഓക്കെ, ഈ ആംഗിളും ബിറ്റ്വീൻ അത് ചേരുന്ന ആ ആംഗിള് ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ആൻഡ് റിമൈനിങ് 2 ആംഗിൾസ് ആർ ഓൾസോ ദ സെയിം. അപ്പോൾ എന്താണ് ഈ മൂന്നാമത്തെ ഇതും എന്താണ് ഇതും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. 2 ട്രയാങ്കിളിൽ ലെങ്ത് ഓഫ് 2 സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ സെയിം. ഈ ലെങ്ത്തും ഈ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ, അത് ചേരുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്താണ് മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഈ 2 ട്രയാങ്കിളും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ഒരു ത്രികോണത്തിലെ 2 വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ 2 വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളും തുല്യമാണ് കേട്ടോ. മറ്റു 2 കോണും തുല്യം. അപ്പം 3 എന്താണ് ആംഗിൾസ്, 3 കോണും അതുപോലെ 3 സൈഡ്സ്, 3 വശങ്ങളും തുല്യമായിരിക്കും. ദെൻ നോക്കി, പിന്നെ ഇവിടെ പറയുന്നത് വശങ്ങൾ ചേരുന്ന കോണിന് തുല്യമാണെങ്കിൽ എന്നാ പറഞ്ഞില്ലേ. ഇനി വശങ്ങൾ ചേരുന്ന 2 വശങ്ങൾ ചേരുന്ന ആ കോണിന് പകരം മറ്റേതെങ്കിലും കോണുകൾ തുല്യമായ ഇത് ശരിയാകുമോ എന്നാ ചോദിച്ചത് അല്ലേ. ശരിയാവൂല കേട്ടോ. എന്താണ് ഒരു ത്രികോണത്തിലെ 2 വശങ്ങളും, നമുക്ക് ഒരു ത്രികോണത്തിലെ 2 വശങ്ങളും ഏതെങ്കിലും ഒരു കോണും മറ്റൊരു ത്രികോണത്തിലെ 2 വശങ്ങൾക്കും ഒരു കോണിനും തുല്യമായാലും എന്താണ് ത്രികോണങ്ങളിലെ മൂന്നാം വശവും മറ്റു 2 കോണുകളും എന്താണ് തുല്യമാകണമെന്നില്ല കേട്ടോ. അപ്പോൾ തുല്യമാകൂല. എല്ലാത്തിലും ചിലതിലൊക്കെ തുല്യമായിക്കൊള്ളും, പക്ഷെ എല്ലാ കേസിലും എന്താണ് തുല്യമാകൂല. മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഇഫ് 2 സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 2 സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ എന്താണ്? ദെൻ ദ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ആ ക്വാഡ്രിലാറ്റർ എന്തായിരിക്കും? പാരലോഗ്രാം ആയിരിക്കും കേട്ടോ. ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ, എന്താ ഒരു ചതുർഭുജത്തിലെ 2 വശങ്ങൾ സമാന്തരവും അവയ്ക്ക് ഒരേ നീളവുമാണ്, ഈക്വലും അതുപോലെ പാരലലും ആണെങ്കിൽ എന്താണ് ആ ക്വാഡ്രിലാറ്റർ എന്താണ്? ഒരു പാരലോഗ്രാം ആണ്, ഒരു സമാന്തരികമാണ്. ആ ചതുർഭുജം ഒരു സമാന്തരികമാണ് കേട്ടോ. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കട്ടെ നമുക്ക്. ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ആൻഡ് ഓഫ് ദ സെയിം ലെങ്ത്. നോക്കൂ, ഗ്രീൻ പിക്ചർ അല്ലേ, ഈ ചിത്രത്തിലെ ഗ്രീൻ ലൈൻസ് എന്താ പാരലൽ ആണ് അല്ലേ, ദ സെയിം ലെങ്ത്തും ആണ്. വൺ ഈസ് ഡ്രോൺ ഫ്രം ദ എൻഡ് ഓഫ് ദ ഹോറിസോണ്ടൽ ബ്ലൂ ലൈന്. അപ്പോൾ ഹോറിസോണ്ടൽ ആയുള്ള ബ്ലൂ ലൈനിലാണ് എന്ത് ഇതിന്റെ എൻഡ് കിടക്കുന്നത് അല്ലേ. ആൻഡ് അതർ ഈസ് ഡ്രോൺ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ്, എൻഡിലാണ് ഒരു ഇത് കിടക്കുന്നത്. ഈ ബ്ലൂ ലൈനിന്റെ എൻഡിലാണ് എന്താക്കുന്നത് ഒരു പച്ച ലൈൻ തുടങ്ങുന്നത്. അതുപോലെ ആ ബ്ലൂ ലൈനിന്റെ മിഡ് പോയിന്റ് എന്നാണ് എന്ത് അടുത്ത ലൈന് തുടങ്ങിയത് അല്ലേ. ആർ ദ ലെങ്ത് ഓഫ് ദ റെഡ് ലൈൻസ് ഇൻ ദ പിക്ചർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ലൈൻസ് ഉള്ള ഈ ഇത് ഈക്വൽ ആണോ ചോദിച്ചു. ഈ റെഡ് ലൈൻസ് രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? ആർ ദ റെഡ് ലൈൻസ് പാരലൽ. പിന്നെ അതുപോലെ എന്താണ് ഈ റെഡ് ലൈന് പാരലൽ ആണോ എന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ റെഡ് ലൈൻസ് ഈക്വൽ ആണോ നമുക്ക് നോക്കിയാലോ. എങ്ങനെയാണ് റെഡ് ലൈൻസ് ഈക്വൽ ആണോ നോക്കുക. എന്താണ് ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ് അല്ലേ, പാരലലാണ്. ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടത്തെ അറ്റത്ത് നിന്നും, കണ്ടോ ഇടത്തെ അറ്റത്ത് ഇവിടെ നിന്നും, മറ്റൊരെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നും മിഡ് പോയിന്റിൽ നിന്നാണ് വരച്ചിരിക്കുന്നത് അല്ലേ. ചിത്രത്തിലെ ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നിങ്ങളാണെങ്കിൽ നീളം ആണെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട്, അല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട്. ഓക്കെ, ഇനി ചുവന്ന വരവുകൾ എന്താണ് സമാന്തരമാണോ പാരലൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, അപ്പം ഇത് നമുക്ക് എന്താണ് എ ബി സി, ഇവിടെ എന്താക്കുക ഡി ഇത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഡി കൊടുക്കുക. ഡി ഇവിടെ ഇ. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബി സി ഡി ഇല്ലേ. അപ്പോൾ 2 ട്രയാങ്കിളായി അല്ലേ. എ ബി ഇ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അല്ലെങ്കിൽ എ ഇ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളും ബി ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളും അല്ലേ. അപ്പോൾ 2 ട്രയാങ്കിൾ.
ഓക്കെ, അതിലെന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഈ എ ഇയും ബി ഡിയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അല്ലേ? എ ഇയും ബി ഡിയും എന്താണ്? ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ്? എ ബി ഈക്വൽ ടു ബി സി അല്ലേ? ഈ എ ബിയും ബി സി എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ബി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എ സിന്റെ മിഡ് പോയിന്റ് ആണല്ലോ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ ബിയും ബി സിയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഏതാണ്? ആംഗിൾ എ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഇതും, അതുപോലെ എന്താണ്? ആംഗിൾ ഡി ബി സി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും എന്താണ്? തുല്യമാണ് അല്ലേ? കാരണം നമുക്ക് എന്താ അറിയാം? കറസ്പോണ്ടിങ് ആംഗിൾ ആണ് അല്ലേ? പാരലൽ ലൈനിൻ്റെ എന്താണ്? രണ്ട് പാരലൽ ലൈനെ കട്ട് ചെയ്തിട്ട് പോകുമ്പോൾ എന്താണ്? ആ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾ, സമാന കോണുകൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി നോക്കൂ, ഇനി ട്രയാങ്കിൾ എ ഇ ബിയിൽ, ഈ ട്രയാങ്കിൾ എ ഇ ബി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ എന്താണ്? രണ്ട് സൈഡ്സ് അല്ലേ? ഈ സൈഡും ഈ സൈഡ്സും എന്താണ്? പിന്നെ ആംഗിൾ ബിറ്റ്വീൻ ദം അല്ലേ? ഈ ആംഗിൾ ഇത് രണ്ടും പിന്നെ അതുപോലെ എന്താണ്? ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ആംഗിളും എന്താണ്? ആർ ഈക്വൽ ആണ് അല്ലേ? മറ്റേ ട്രയാങ്കിളിനും. ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈ സൈഡ് ഈക്വൽ ആണല്ലോ. അതുപോലെ കൂട്ടിമുട്ടുന്ന രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ എന്താണ്? അതുകൊണ്ട് എന്താണ്? ട്രയാങ്കിൾ എ ഇ ബിയും ട്രയാങ്കിൾ ബി ഡി സിയും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇ ബി ഈക്വൽ ടു ഡി സി എന്ന് പറയാം അല്ലേ? ഇ ബി ഈക്വൽ ടു ഡി സി. ഓക്കെ, ഇനി എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് അല്ലേ? അപ്പം ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി സി അല്ലേ? അതേപോലെ പഠിച്ചതാണ് ഇപ്പോൾ അല്ലേ? അപ്പോൾ എങ്ങനെ പറയാ? ത്രികോണം എ ഇ ബിയും അതുപോലെ എ ഇ ബിയിലെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും ബി ഡി സിയിലെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമായാലും നമ്മൾ പഠിച്ചത് എന്താണ്? എ ഇ ബിയും ബി ഡി സി എന്താണ്? തുല്യ ത്രികോണങ്ങളാണ് പഠിച്ചിരുന്നത് അല്ലേ? അപ്പോൾ ഇ ബി ഈക്വൽ ടു എന്താണ്? ഡി സി ആയിരിക്കും അല്ലേ? ആംഗിൾ എ ആംഗിൾ ഡി ബി സി എന്നീ തുല്യ ത്രികോണങ്ങളുടെ എതിർവശങ്ങളാണ് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും പറയുന്നത് നോക്കിയേ. ഇനി എന്താ? ആർ ദ റെഡ് ലൈൻസ് പാരലൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഈ റെഡ് ലൈൻസ് ചുവന്ന വരകൾ എന്താണ്? പാരലൽ ആണോ സമാന്തരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സമാന്തരമാണോ എന്ന് എങ്ങനെ നോക്കുക? നമുക്ക് നോക്കിയേ, നോക്കൂ, ആംഗിൾ ഇ ബി എ. അപ്പോൾ നോക്കൂ നമുക്ക്, ആംഗിൾ ഇ ബി എ. ഇ ബി എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഇ ബി എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും പിന്നെന്താണ്? ആംഗിൾ ഇ ബി എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും പിന്നെ അതുപോലെ എന്താണ്? ആംഗിൾ സി ഇതും എന്താണ്? തുല്യവശങ്ങളുടെ എന്താണ്? എ ഇ അതുപോലെ എ ഇ ബി ഡി അല്ലേ എന്നീ തുല്യവശങ്ങളുടെ എതിർകോണുകളാണ് അല്ലേ? അപ്പം ഈ ചുവന്ന വരകളെ നീല വരകൾ മുറിച്ച് കടക്കുമ്പോൾ അല്ലേ? നീല വര കടന്നു പോകുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന സമാന കോണുകളാണ് എന്ത്? ആംഗിൾ ഇ ബി എയും അതുപോലെ എന്താണ്? ആംഗിൾ സിയും. മനസ്സിലായോ? എന്താണ്? ആംഗിൾ ഇ ബി എ ഈക്വൽ ടു ആംഗിൾ സി. എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് എ ഇ ആൻഡ് ബി ഡി. ബട്ട് ആംഗിൾ ഇ ബി എയും ആംഗിൾ സിയും കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് വെൻ ബ്ലൂ ലൈൻസ് കട്ട് റെഡ് ലൈൻസ്. ഓക്കെ, എന്താണ്? ആ എയും ബി ഡി എന്നീ തുല്യവശങ്ങളുടെ എതിർകോണുകൾ എന്താണ്? ചുവന്ന വരകളെ നീല വര കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സമാന കോണുകളാണ് ആംഗിൾ ആംഗിൾ ഇ ബി എയും ആംഗിൾ സിയും കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ആംഗിൾ ഇ ബി എ ഈക്വൽ ടു ആംഗിൾ സി ആയതിനാൽ എന്താണ്? ഇ ബിയും ഡി സിയും സമാന്തരമാണ് അല്ലേ? അപ്പോൾ ഇ ബിയും ഡി സി എന്താണ്? സമാന്തരമാണ് അല്ലേ? എന്താ കാരണം? സിൻസ് ആംഗിൾ ഇ ബി എ ആൻഡ് ആംഗിൾ സി ആർ ഈക്വൽ, റെഡ് ലൈൻസ് ആർ പാരലൽ അല്ലേ? എന്താണ്? റെഡ് ലൈൻസ് പാരലൽ ആയതുകൊണ്ട് പാരലൽ ആണ്. ഓക്കെ, അപ്പം ഇ ബി എയും ആംഗിൾ ഡി സി എ ബിയും എന്താണ്? എന്താണ്? ആംഗിൾ സെയിം ആണ് അല്ലേ? രണ്ട് ആംഗിളും സെയിം ആണ്. അതുകൊണ്ട് എന്താണ്? ഈ റെഡ് ലൈൻ ബി ഇയും ഡി സിയും എന്താണ്? പാരലൽ ആണ് അല്ലേ? ബിയും ഡി സിയും സമാന്തരമാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് ദ കോഡ്ലാറ്ററൽ ബിലോ എ പാരലോഗ്രാം? വൈ? താഴെ തന്നിരിക്കുന്ന ഈ കോഡ്ലാറ്ററൽ പാരലോഗ്രാം ആണെന്ന് വെച്ച് പാരലോഗ്രാമിന്റെ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ എന്താണ്?
ഇത് അല്ലേ എന്താണ് ഇത്ര ചതുർഭുജം സാമാന്തരികമാണോ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ സാമാന്തരികമാണോ എന്ന് എന്താണ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഇതാണ് അല്ലേ. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഇതുമാണ് അല്ലേ. അപ്പോൾ ഇതും ഈക്വലാണ് തന്നിട്ടുണ്ട് 4 4 അല്ലേ. അതുപോലെ ഇനി എന്താണ് ക്വാഡ്രിലേറ്റർ പാരലോഗ്രാമിന്റെ വേറൊരു കണ്ടീഷൻ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. ഈ ആംഗിളും അല്ലേ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കണം. അതുപോലെ എന്താണ് ഈ ആംഗിളും എന്താണ് ഈക്വൽ ആയിരിക്കണം അല്ലേ. എന്നാലേ എന്താണ് സാമാന്തരിക ആവുള്ളൂ അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. എന്നാലേ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നും ഇവിടെ തന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് സൈഡ്സ് അല്ലേ. മറ്റേ സൈഡും അതുപോലെ എന്താണ് ആംഗിൾസും കോണുകളും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, എങ്ങനെ കണ്ടുപിടിക്കുക നോക്കൂ. ഇവിടെ നമ്മൾ ABCD ഇങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആംഗിൾ BAC എന്താണ്? ആംഗിൾ BAC എന്ന് പറഞ്ഞാൽ ഏതാണ്? BAC ഇതാ. BAC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് ACD അല്ലെ. ACD എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ്? 35 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് ADയും AB അല്ലേ. ABയും അതുപോലെ DC എന്താണ് എന്നീ വരകളെ എന്താണ് AC എന്നവർ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളാണ് എന്ത്? ആംഗിൾ BACയും അതുപോലെ എന്താണ് ACDയും അല്ലേ. അവ തുല്യമായതിനാൽ എന്താണ് ABയും DCയും സമാന്തരമാണ് അല്ലേ. അപ്പോൾ ABയും DCയും എന്താണ് സമാന്തരമാണ്. ഓക്കെ, നമ്മൾ പഠിച്ചാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലേ. പിന്നെ എന്താണ് AB = DC തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ് അല്ലേ. ഇനി അതുപോലെ എന്താണ് ക്വാഡ്രിലേറ്ററൽ ABCD അല്ലേ. ചതുർഭുജ ABCDയുടെ 2 വശങ്ങൾ തുല്യവും സമാന്തരവുമായതിനാൽ എന്താണ് ചതുർഭുജ ABCD എന്താണ് ഒരു സാമാന്തരിക എന്ന് പറയാം നമുക്ക് അല്ലേ. എന്താണ് ആംഗിൾ BAC = ആംഗിൾ ACD ബോത്ത് ആർ 35 ഡിഗ്രി ബട്ട് ആംഗിൾ BAC ആൻഡ് ആംഗിൾ ACD ഈ 2 ആംഗിളും alternate angle formed when AC cuts lines AB and DC അല്ലേ. AC കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഏത് ABനെയും DC എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ എന്താണ് AC കട്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യാണ് 2 ആംഗിൾ അല്ലേ. അത് ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. നെക്സ്റ്റ് അപ്പോൾ ഇന്നെന്താ സിൻസ് ആംഗിൾ BAC എന്താണ് BAC എന്ന് പറഞ്ഞ ആംഗിളും ആംഗിൾ ACD ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ എന്താണ് ABയും DCയും എന്താണ് പാരലൽ ആണ് അല്ലേ. ദെൻ AB = DC എന്ന് പറഞ്ഞാൽ എന്താണ് 4 സെന്റിമീറ്റർ ആണ് അല്ലേ. AB = DC എന്ന് പറഞ്ഞാൽ എന്താണ് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എന്താ സിൻസ് 2 sides of quadrilateral ABCD are equal and parallel it is a parallelogram അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ക്വാഡ്രിലേറ്റർ ABCD എന്താണ് ഈക്വലും 2 സൈഡ്സ് അല്ലേ. ക്വാഡ്രിലേറ്റർ ABCDന്റെ 2 സൈഡ്സ് ഈക്വലും പാരലൽ ആയതുകൊണ്ട് എന്താണ് അത് പാരലോഗ്രാം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ദ ഫിഗർ ബിലോ ദ ലൈൻസ് AB and CD are parallel. M is the midpoint of AB. അത് ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഈ ഫിഗറിൽ ലൈൻ ABയും CDയും പാരലൽ ആണ് തന്നിട്ടുണ്ട്. M is the midpoint of AB അല്ലേ. M is the midpoint of AB എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ABയും MBയും ഈക്വൽ ആയിരിക്കും അല്ലേ. മിഡ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ AB 6 തന്നിട്ടുണ്ടെങ്കിൽ AM എത്ര ആയിരിക്കും? 3 ആയിരിക്കും. MB എത്ര ആയിരിക്കും? 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ABന്റെ മിഡ് പോയിന്റ് ആണ് M എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർ ദ ക്വാഡ്രിലാറ്ററൽ AMCD എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്റർ ഏതാന്ന് നോക്കിയാൽ ദാ AM പിന്നെന്താ CD. ഈ ക്വാഡ്രിലാറ്ററും ഈ ക്വാഡ്രിലാറ്ററിലും ക്വാഡ്രിലാറ്റർ വരച്ച് മാറിപ്പോയി അല്ലേ. നോക്കൂ ഏത് ക്വാഡ്രിലാറ്ററാണ് കാണിച്ചത്? AM ഈ AMCD MMCD എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിലും അതുപോലെ MBCD MB വേറെ കളർ എടുത്ത് വരച്ചതാ. നോക്കൂ MBC പിന്നെ ഏതാ D അല്ലേ. ഈ ക്വാഡ്രിലാറ്ററിൽ എന്താണ് പാരലോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പാരലോഗ്രാം ആണെങ്കിൽ എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇനി പാരലോഗ്രാം അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ട്. എന്താണോ അത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കി നോക്കുക. എന്താണ് അത് ക്വാഡ്രിലാറ്ററിൽ AMCDയും MBCDയും പാരലോഗ്രാം ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ആംഗിൾ Aയും ആംഗിൾ Bയും 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ എന്താ തന്നത്? ഈ AM
എ ബി 6 ആണെങ്കിൽ എ എം എന്താണ് 3 ആന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും. ഓക്കെ, ഇതും 3 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അതുപോലെ ഈ സൈഡും ഈ പാരലോഗ്രാമിൻ്റെ ഈ സൈഡും ഈ പാരലോഗ്രാമിൻ്റെ ഈ സൈഡും തുല്യമാണല്ലോ അത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ആംഗിൾ അല്ലേ, ഇത് 40 ആണ്. ഇനി ഇതും 40 ആയിരിക്കും അല്ലേ, ഇത് 40 ആയിരിക്കുമല്ലോ. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണല്ലോ സമാന്തരമാണെങ്കിൽ. ഇനി ഈ ആംഗിൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഈ ആംഗിൾ എന്തായിരിക്കും, ഇതാ ഇവിടുന്ന് ഈ ആംഗിൾ എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ആംഗിളും ഈ ആംഗിളും എന്താണ് തുല്യമായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടെ ഈക്വൽ പാരലോഗ്രാം അല്ല ചോദിച്ചത്, ഇത് രണ്ടും പാരലോഗ്രാം ആണോന്നേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈക്വൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ നോക്കാം. നോക്കൂ, അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞത്, ഈ എ എമ്മും എം ബിയും എന്താണ് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ 6 ആണത് മിഡ് പോയിന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ നമുക്ക് എ എം എങ്ങനെ കണ്ടുപിടിക്കുക, ഹാഫ് ഇൻറ്റു എ ബി അല്ലേ. ഹാഫ് ഇൻറ്റു എ ബി ഈക്വൽ ടു എന്താണ്, ഹാഫ് ഇൻറ്റു 6 ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇത് 3 ആണ്, ഇതും 3 ആണ് അല്ലേ. ഇനി എ എമ്മും അതുപോലെ എന്താണ് ഡി സിയും, എ എമ്മും ഡി സിയും എന്താണ് 3 സെൻറ്റിമീറ്റർ അല്ലേ. ഇത് തന്നിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ ഇതും 3 സെൻറ്റിമീറ്റർ ആണ് തന്നു അല്ലേ. ഇനി എ എം ഈസ് പാരലൽ ടു ഡി സി അല്ലേ. ഈ എ എമ്മും ഡി സിയും എന്താണ് പാരലൽ ആണ് അല്ലേ. ഗിവൺ ദാറ്റ് എന്താണ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ തന്നിട്ടുണ്ട് അല്ലേ. എ ബിയും സി ഡിയും എന്താണ് പാരലൽ ആണ് തന്നിട്ടുണ്ട്. ഇനി സിൻസ് എന്താണ് രണ്ട് സൈഡ്സ് ഓഫ് ക്വാഡ്രിലേറ്ററൽ അല്ലേ, എന്താണ് 2 സൈഡ്സ് ഓഫ് ക്വാഡ്രിലേറ്ററൽ എ എം സി ഡി ആൻഡ് ആർ ഈക്വൽ അല്ലേ. ഈ ഇപ്പോൾ രണ്ട് എന്താണ് ക്വാഡ്രിലേറ്ററൽ നമ്മൾ പറഞ്ഞില്ലേ, അതിലെന്താണ് എ എമ്മും അതുപോലെ സി ഡി എന്താണ് പാരലൽ ആണെന്ന് പറഞ്ഞു. അതുപോലെ എ എം സി ഡിയിൽ എന്താണ് ഈ രണ്ട് സൈഡും ഈക്വലും അതുപോലെ എന്താണ് പാരലലും ആണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് പാരലോഗ്രാം എന്ന് പറയാം അല്ലേ. എ എമ്മും ഡി സിയും എന്താണ്, എ എമ്മും ഡി സിയും എന്താണ് പാരലാണ്. അപ്പോൾ എ ബിയും സി ഡിയും എന്താണ് പാരലാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ എ എമ്മും ഡി സി എന്താണ് പാരലാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതുപോലെ എന്താണ് ഈ ക്വാഡ്രിലേറ്ററൽ എ എം സി ഡിയുടെ രണ്ട് വശങ്ങൾ തുല്യം അല്ലെ, രണ്ട് സൈഡ് തുല്യവും സമാന്തരവും ആയാലും പാരലലും ആയാലും എന്താണ് ഈ എ എം സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാരലോഗ്രാം ആണ് അല്ലേ. അതുപോലെ എന്താണ് അടുത്ത ഈ ഇതിൽ അല്ലേ എം ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ. അതിൽ എം ബിയും സി ഡി എന്താണ് പാരലലാണല്ലോ. അതുപോലെ എ ബിയും സി ഡി എന്താണ് പാരലാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എം ബിയും സി ഡി എന്താണ് പാരലാണ്. അപ്പോൾ ക്വാഡ്രിലേറ്ററൽ എം ബി സി ഡി എന്താണ് രണ്ട് വശങ്ങൾ രണ്ട് സൈഡ്സും തുല്യവും സമാന്തരവും അല്ലേ. രണ്ട് സൈഡും എന്താണ് തുല്യവും ഈക്വലും പാരലലും ആയാലും എന്താണ് എം ബി സി ഡി എന്താണ് ഒരു പാരലോഗ്രാം ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ given that എ ബി ആൻഡ് സി ഡി ആർ പാരലൽ സിൻസ് 2 sides of quadrilateral എം സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. അതുപോലെ എം ബി ഈക്വൽ ടു എന്താണ് ഹാഫ് ഇൻറ്റു എ ബി ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. എം ബി സി ഈക്വൽ ടു എന്താണ് ഡി സി ആണ്, 3 ആണ് രണ്ടും. പിന്നെ എം ബി ഈസ് പാരലൽ ടു ഡി സി given that എ ബി ആൻഡ് സി ഡി ആർ പാരലൽ തന്നിട്ടുണ്ട്. സിൻസ് 2 sides of quadrilateral എം ബി സി ഡി ആർ ഈക്വൽ ആൻഡ് പാരലൽ ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ മലയാളത്തിൽ എങ്ങനെ എ എമ്മും ഡി സിയും എന്താണ് സമാന്തരമാണ് അല്ലേ. തന്നിട്ടുണ്ട് എ ബി ആൻഡ് ഡി സി ആർ സമാന്തരം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചതുർഭുജം എ എം സി ഡി യുടെ രണ്ട് വശങ്ങൾ തുല്യവും സമാന്തരവും ആയതിനാൽ എന്താണ് എ എം സി ഡി എന്താണ് സാമാന്ത്രികമാണ് അല്ലേ. എന്താണ് രണ്ട് വശങ്ങൾ തുല്യവും സമാന്തരവും ആണെങ്കിൽ, രണ്ട് സൈഡ്സ് ഈക്വലും പാരലലും ആണെങ്കിൽ അത് എന്താണ് പാരലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ രണ്ട് വശങ്ങൾ തുല്യവും അതുപോലെ രണ്ടും സമാന്തരമാണെങ്കിൽ എന്താണ് ഇത് സമാന്തരികമാണ്, എ എം സി ഡി സമാന്തരികമാണ്. ഇനി അടുത്തതിൽ എന്താണ് എം ബി സി ഡിയിൽ എം ബിയും ഡി സിയും അല്ലേ, സി ഡി എന്താണ് സമാന്തരമാണ് അല്ലേ. അപ്പോൾ എ ബിയും എന്താണ് ഡി സിയും സമാന്തരമാണ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചതുർഭുജം എം ബി സി ഡി ഇവിടെ രണ്ട് വശങ്ങൾ തുല്യവും സമാന്തരവും ആയതിനാൽ എന്താണ് എം ബി സി ഡി എന്താണ് ഒരു സാമാന്തരികമാണ്. ഓക്കെ, ദെൻ നോക്കൂ, അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ എ എം ഡി എം ബി സി ആൻഡ് ഡി സി എം. എന്താണ് എ എം ഡിയും എം ബി സിയും ഡി സി എം എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയേ ട്രയാങ്കിൾസ് എ എം ഡി എന്ന് പറഞ്ഞാൽ അതാണ് എ എം ഡി അല്ലേ, ഈ ട്രയാങ്കിളും അതുപോലെ എന്താണ് എ എം ഡി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ എം ഡി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെയും എം ബി സി എന്ന് പറഞ്ഞാൽ എം ബി സി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെയും ഡി സി എം എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെയും എല്ലാ ആംഗിൾസും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ ആംഗിൾസും അങ്ങോട്ട് എഴുതാൻ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എന്താക്കുന്നത്, നമുക്ക് അത് കണ്ടുപിടിക്കാൻ നോക്കൂ. ഇത് ഈ AMCD എന്ന് പറഞ്ഞ ഒരു പാരലോഗ്രാം നമ്മൾ കണ്ടുപിടിച്ചത് ചതുർഭുജാണല്ലോ. അപ്പോൾ ഇത് 40 ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എത്രയായിരിക്കും? 40 ഓക്കെ, 40 40 ഡിഗ്രി അല്ലേ, 40 ഡിഗ്രി. അപ്പോൾ ഇതും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ചതുർഭുജം, ഈ പാരലോഗ്രാമിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇത് എത്ര കിട്ടി നമുക്ക്? ഇത് നമുക്ക് 60 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇത് കിട്ടിയല്ലോ, ഇത് നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി കേട്ടോ, 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി കിട്ടി. ഇനി നെക്സ്റ്റ് നോക്കൂ, ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ, ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? നമുക്ക് അറിയാം എന്ത്, സം ഓഫ് ആംഗിൾസ് ആർ 180 അല്ലേ. ഒരു സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 അല്ലേ. ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് 3 കൂടി കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പോൾ ഇത് 60 ഇത് 40 അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 180 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 60 + 40 100 100ന്ന് 180 100 കുറച്ചാൽ എത്രയാണ്? 80. അപ്പോൾ നമുക്ക് ഈ ആംഗിളും കിട്ടി അല്ലേ, 80 ഡിഗ്രി. ഓക്കെ, 80 ഡിഗ്രി. ഇത് 80 ഡിഗ്രി എന്ന് കിട്ടി കേട്ടോ. ഇത് 80 ഡിഗ്രി എന്ന് കിട്ടി. നെക്സ്റ്റ് നോക്കൂ, ഇനി നമുക്ക് എന്താണ്, ഈ 3 ആംഗിൾ കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ കിട്ടണം? ഈ ആംഗിൾ കിട്ടണം, ഈ ആംഗിൾ കിട്ടണം, ഈ ആംഗിൾ കിട്ടണം, ഈ ആംഗിളും കിട്ടണം അല്ലേ. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യാം നമുക്ക്? ഇനി ഏതാണ്? ഇനി നമുക്ക് എന്താണ്, ഈ കറസ്പോണ്ടിങ് ആംഗിൾ, ഇത് പാരലൽ ലൈൻസ് ആണല്ലോ അല്ലേ. അപ്പോൾ പാരലൽ ലൈൻസ് എന്താണ്? ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 60 ആയിരിക്കും അല്ലേ. പാരലൽ ലൈൻസ് ആണല്ലോ അല്ലേ. അപ്പോൾ എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രി. അപ്പോൾ ഇത് കിട്ടിയല്ലോ നമുക്ക്, ഇത് 60 ഡിഗ്രി എന്ന് കിട്ടി. ഡിഗ്രിയും കിട്ടി അല്ലേ. ഇനി അതുപോലെ എന്താണ്, ഇതും ഈ ലൈനും അതായത് ADയും CM എന്താണ്, പാരലൽ ലൈൻ ആണല്ലോ. അപ്പോൾ ഇത് എന്താണ്, 40 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 40 ആയിരിക്കും അല്ലേ. എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾ അല്ലേ. സമാന കോണുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ഒക്കെ ഇവിടെ ഇതാക്കണം കേട്ടോ, 40 ഡിഗ്രി. ഇനി നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇതാക്കാം, ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ, ലീനിയർ പെയർ ആക്കിയിട്ട് എടുത്തിട്ട് നോക്കൂ. ഇതാണെങ്കിൽ 180 അപ്പോൾ ഈ 2 കോണുണ്ടെങ്കിൽ എന്താ, 180 എന്ന് കുറച്ചാലും മതി അല്ലേ. അപ്പം ഇത് 60 + 80 എത്രയാണ്? 140 അല്ലേ. 140 180 140 കുറച്ചാൽ എത്രയാണ്? 40. അങ്ങനെയും കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പാരലൽ ലൈൻ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാരലൽ ലൈനിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ 40 അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആംഗിളും കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിൾ അല്ലേ, ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ. AMD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ്, 150 ഇത് രണ്ടും കൂട്ടി കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 60 + 40 100 150 100 കുറച്ചാൽ എത്രയാണ്? 80 അല്ലേ. അപ്പോൾ ഇത് 80 ഡിഗ്രി കിട്ടി. ഓക്കെ, 80 ഡിഗ്രി കിട്ടി. ഇനി അതേപോലെ ഇത് എത്രയാണ് കിട്ടുക? 60 + 40 100 150 100 കുറച്ചാൽ എത്ര? 80. അപ്പോൾ ഇത് എത്രയാണ്? 80 കിട്ടി. ഓക്കെ, 80 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. ആംഗിൾ DCM = ആംഗിൾ A = 40 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം AMCD എന്താണ്? AMCD സാമാന്തരിക AMCDയുടെ എതിർകോണുകൾ. ആംഗിൾ CDM = ആംഗിൾ B = 60 ഡിഗ്രി. ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് പാരലോഗ്രാം MBCD എന്താണ്? MBCDയുടെ സാമാന്തരിക MBCDയുടെ എതിർവശം. പിന്നെന്താണ്? ആംഗിൾ DMA = ആംഗിൾ CDM = 60 ഡിഗ്രി ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. പിന്നെ അതുപോലെ ആംഗിൾ DCM CMB = ആംഗിൾ DCM = 40 ഡിഗ്രി ഓൾട്ടർനേറ്റ് ആംഗിൾ. ആംഗിൾ ADM = ആംഗിൾ DMC = 80 ഡിഗ്രി ഓൾട്ടർനേറ്റ് ആംഗിൾ. പിന്നെന്താണ്? ഓക്കെ, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ആക്കി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എഴുതുക. അപ്പം ചെയ്ത മെത്തേഡ് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 2 മെത്തേഡിലും ചെയ്യാം. അങ്ങനെ വെച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ആംഗിളും കിട്ടും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ ആക്കി എടുത്ത് അങ്ങനെയും ചെയ്യാം, ഓൾട്ടർനേറ്റ് ആംഗിൾ എടുത്താക്കിയാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. മാത്സ് എന്ന് പറയുന്നത് എന്താണ്, പല മെത്തേഡിലൂടെയും ചെയ്യുക.
അപ്പോൾ രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ പറഞ്ഞ് എഴുതിയത് ഞാൻ ഓൾട്ടർനേറ്റിലാണ് പറഞ്ഞത്, കറസ്പോണ്ടിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ആ മെത്തേഡിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് താല്പര്യം ആ മെത്തേഡിനനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.